ത്രിപുര സുന്ദരിയും ദുർഗാ പരമേശ്വരിയും എന്ന് പറയുന്ന അതിവിശേഷപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഈ നവരാത്രി കാലത്ത് എ- അറിയാൻ പോകുന്നത്. ആരാണ് ത്രിപുര സുന്ദരി, ആരാണ് ദുർഗാ പരമേശ്വരി, ഇവര് തമ്മിലുള്ള ബന്ധം എന്താണ്, എങ്ങനെയാണ് ഒരു ഭക്തൻ ഈ ദേവിമാരെ ഉപാസിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഭക്തേഭ്യ സൗഭാഗ്യം ദദാതി ഇതി ഭക്ത സൗഭാഗ്യദായിനി. ഭക്തർക്ക് സുസ്ഥിരമായ ഭാഗ്യം കൊടുക്കുന്ന ദേവി, ആ ദേവിയാണ് നമ്മൾ ത്രിപുര സുന്ദരി അല്ലെങ്കിൽ ഭക്ത സൗഭാഗ്യദായിനി എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ കർമ്മങ്ങളിൽ നിന്ന് ഈ പ്രകൃതിയിൽ നിന്ന് സ്വായത്തമാക്കുന്നതാണ് സൗഭാഗ്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ എന്താണ് സൗഭാഗ്യം, അല്ലെ? അപ്പൊ നമ്മൾ ദേവിയോട് ഭക്ത സൗഭാഗ്യദായിനി എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരും ജന്മത്തില് സുഖദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നു. അവർക്ക് സൗഭാഗ്യങ്ങൾ കൊടുക്കുന്ന ആളാണ് ദേവി. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യന്റെ കർമ്മങ്ങളിൽ നിന്ന് ഈ പ്രകൃതിയില് നമുക്ക് കർമ്മഫലങ്ങൾ കിട്ടുന്ന എവിടുന്നാണ്? പ്രകൃതിയിൽ നിന്ന് തന്നെയാണ്, അല്ലെ? അപ്പൊ മനുഷ്യന്റെ കർമ്മങ്ങളിൽ നിന്ന് ഈ പ്രകൃതിയിൽ നിന്ന് സ്വായത്തമാക്കുന്നതിനെയാണ് നമ്മൾ സൗഭാഗ്യങ്ങൾ എന്ന് പറയുന്നത്. വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിയണം. കാരണം അല്ലാത്തതെല്ലാം തന്നെ നമ്മുടെ ആത്മാവിന് കൊടുക്കുന്നതാണ്. അത് നമുക്ക് മോക്ഷദായകമാണ്. ഇനി ഒരു ജന്മത്തിലേക്ക് കടക്കാതിരിക്കാൻ നമ്മളെ കുറിച്ചുള്ള അറിവുകളാണ് അതെല്ലാം. മന്ത്രസാധന എല്ലാം ആ വിഭാഗത്തിൽപ്പെടും. അല്ലാതെ കിട്ടുന്ന ബാഹ്യമായി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതിനാണ് നമ്മൾ സൗഭാഗ്യം. ഇത് കൊടുക്കുന്ന ആരാണ്? സാക്ഷാൽ പരമേശ്വരിയാണ്, ദേവിയാണ്. അപ്പൊ സാധകൻ സാധനാ വഴികളിലൂടെ പക്വമാകുമ്പോൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്ന സൗഭാഗ്യങ്ങളെല്ലാം തന്നെ ദേവി കൊടുക്കുന്നതാണ്. അപ്പൊ മനുഷ്യ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്ന മധുരം സൃഷ്ടി തത്വമെന്നും പാല് ശിവതത്വമെന്നും അന്നം വിഷ്ണു തത്വമെന്നാണ് പറയപ്പെടുന്നത്. കാശി മഹാരാജാവ് തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരം വേണമെന്ന് ചോദിച്ച ദേവിയോട് രാജാവ് പറഞ്ഞത് ഒരേ ഒരു വരം മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് ആഗ്രഹം. നിന്നിലെന്നും നശിക്കാത്ത ഭക്തി വേണം, അചഞ്ചലം. രാജാവ് ചോദിച്ചത് ഇത് മാത്രമേ ഉള്ളൂ, അല്ലെ? ഇതിൽ പരം എനിക്ക് വേറൊരു ആഗ്രഹമില്ല അമ്മേ. അപ്പൊ ഭക്തർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ ലളിതാ പരമേശ്വരി ദുർഗാ പരമേശ്വരിയും നമ്മൾ രണ്ടുപേരെയും ഒരേ നാമങ്ങൾ വെച്ച് വിളിക്കാറുണ്ട്. ഭക്തിപ്രിയ, ഭക്തഗമ്യ, ഭക്തിവശ്യ, ഭക്ത സൗഭാഗ്യദായിനി. ഇതെല്ലാം നമ്മൾ ദുർഗയ്ക്കും ലളിതാ പരമേശ്വരിക്കും ഒരുപോലെ പ്രയോഗിക്കുന്ന വാക്കുകളാണ്. ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം അറിയണമെങ്കിൽ നമ്മൾ പുരാണ കഥാസങ്കേതം, മന്ത്രസങ്കേതം, തന്ത്രസങ്കേതം ഇവയെല്ലാം അറിയണം. മന്ത്രവും തന്ത്രവും വളരെ വ്യത്യസ്തമാണ്. ആദ്യം നമുക്ക് കഥ നോക്കാം. എന്നാലേ നമുക്കിതിന്റെ ആ ഒരു തത്വത്തെ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ദുർഗമൻ എന്ന അസുരനെ നിഗ്രഹിക്കാൻ വേണ്ടി ലോകധർമ്മ സംസ്ഥാപനത്തിനായി അവതരിച്ച മൂർത്തിയാണ് ദുർഗ. അതുപോലെ ഭണ്ഡാസുരനെ നിഗ്രഹിച്ച് ധർമ്മ സംസ്ഥാപനം നടത്തിയ ദേവതയാണ് ലളിതാ പരമേശ്വരി. അപ്പോൾ കഥാപരമായിട്ട് രണ്ടും രണ്ട് സന്ദർഭമാണ് ഇത്, അല്ലെ? നമുക്ക് കേൾക്കുമ്പോൾ അറിയാം. അപ്പൊ തന്ത്രസങ്കേതം പറയുകയാണെങ്കിൽ വൈദികമായി അംഗീകരിച്ച ദേവീ കലയാണ് ദുർഗ എന്ന് പറയുന്നത്. കാരണം ദുർഗയ്ക്ക് മാത്രമേ വൈദിക സൂക്തമുള്ളൂ, കാളിക്കോ ലളിതാ ദേവിക്കോ ഇല്ല. അപ്പൊ ദുർഗാ സൂക്തം വളരെ പ്രസിദ്ധമായതാണ്, നമുക്കറിയാം. ജാതവേദസെ സുനവാമ സോമ മരാധീയതോ നിദഹാദി വേദ സനപർഷദതി ദുർഗാണി വിശ്വ നാവേവ സിന്ധും ദുരിതാത്യഗ്നിഹി. ഇത് വളരെ പ്രശസ്തമായിരിക്കുന്ന എന്താ ദുർഗയുടെ തൃഷ്ടുപ്പ് മന്ത്രമായിട്ടാണ് പറയുന്നത്. ഇതിനെ നമ്മൾ ദുർഗാ സൂക്തം എന്നാ പറയുന്നത്. ഇതിനെ പഞ്ചദുർഗം എന്നും പറയും. അപ്പൊ ദുർഗാദേവി ഗും ശരണമഹം പ്രപദ്യേ. അപ്പൊ തരസി തരസേ നമ എന്നാണ് ഇത് അവസാനിക്കുന്നത്. അപ്പോൾ നമ്മളെ ഈ സംസാര സാഗരത്തിൽ നിന്ന് കടത്തിവിടുന്ന ശക്തിയാണ് ദുർഗാ പരമേശ്വരി എന്ന് ഇതിൽ പറയണു. അപ്പൊ 5 സൂക്തങ്ങൾ വൈദികമായിട്ടുള്ള രീതിയിൽ ദശമഹാവിദ്യകൾ ഉണ്ടെങ്കിലും അംഗീകരിക്കപ്പെട്ട മൂർത്തി ദുർഗയാണ്. അപ്പൊ ദശമഹാവിദ്യകളെല്ലാം താന്ത്രികമാണ്. അപ്പൊ നമ്പൂതിരിമാര് പറയുന്നത് ശൈവം, വൈഷ്ണവം, ദൗർഗം എന്നാണ്, ശാക്തേയം എന്നല്ല. ദുർഗയാണ് വളരെ പണ്ട് കാലം മുതൽക്ക് ദേവിയെ ദുർഗയായിട്ടാണ് അറിയപ്പെടുന്നത്, ശാക്തം എന്നല്ല. അപ്പൊ ദേവീ കലകളൊക്കെ തന്നെ ദുർഗയായിട്ടാണ് അവർ പറയുന്നത്. ഭഗവതി സേവ സാധാരണഗതിയിൽ നമ്മൾ മലയാളികളെല്ലാം തന്നെ കർക്കിടക മാസത്തിലും അല്ലാതെയും ചെയ്യുന്ന ഗണപതി ഹോമം, ഭഗവതി സേവയില് ദുർഗാഭാവത്തിലാണ് പൂജ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നവദുർഗകളുണ്ട്, 9 ദുർഗകള്.
ശാന്തി ദുർഗ, വനദുർഗ, അഗ്നിദുർഗ, ജലദുർഗ തുടങ്ങി 9 പേരാണ് ഉള്ളത്. അപ്പൊ ദുർഗയ്ക്ക് മൂർത്തി ഭേദങ്ങളുണ്ട്. ഇപ്പൊ മഹാദുർഗയായിട്ട് പറയുന്നത് ചണ്ഡികാ പരമേശ്വരിയാണ്. അപ്പൊ ചണ്ഡികാ പരമേശ്വരിയുടെ കഥ പറയുന്ന ദേവി മഹാത്മ്യത്തിന്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം, ദുർഗാ സപ്തശതി എന്നാണ്, അല്ലെ? 700 ശ്ലോകങ്ങളുള്ള ദുർഗാ സപ്തശതി ശാക്തേയന്മാർ, വൈഷ്ണവന്മാർ ഭഗവത്ഗീത കയ്യിൽ വെക്കുന്നത് പോലെ തന്നെ വളരെ എന്താ പറയാ, വളരെ പുണ്യ പുസ്തകമായിട്ട് സദാ സൂക്ഷിച്ചു വെക്കുന്നതാണ് ദേവി മഹാത്മ്യം. രണ്ടും 700 ശ്ലോകങ്ങളാണുള്ളത്. ഈ ദുർഗാ സപ്തശതി ദുർഗയുടേതല്ല, ശരിക്കും പറഞ്ഞാല് ചണ്ഡിക മഹാദുർഗയുടേതാണ്. ഈ ദുർഗയാകട്ടെ വിദ്യാപ്രധാന സമയെ ശരദിന്ദു ശുഭ്രാം, ലക്ഷ്മി പ്രധാന സമയെ നവവിദ്രുമാഭാം, നിശേഷ വൈരി നിലയേപി കമാല നീലാം ദുർഗാം ദേവി ശരണമഹം പ്രപദ്യ എന്നാണ് പറയുന്നത്. അപ്പൊ 3 ഭാവങ്ങൾ ചേർന്നതാണിത്. സരസ്വതി, ലക്ഷ്മി, കാളി. വിദ്യാസമയത്ത് സരസ്വതി സ്വരൂപവും മഹാലക്ഷ്മിയായിട്ട് ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന സമയത്തും ശത്രു സംഹാരത്തിനായിട്ട് ദേവി നീല നിറമുള്ള കാളിയുടെ രൂപത്തിലുമായിരിക്കും ദേവിയെ കാണപ്പെടുന്നത്. ഇനി ഇവിടെ ഒരു കഥ നോക്കുകയാണെങ്കിൽ മഹിഷാസുര വധം, ശുംഭ നിശുംഭ വധം തുടങ്ങിയ കഥകളില് ചണ്ഡികാ പരമേശ്വരി, അല്ലെ, അങ്ങനെയാണ് നമ്മൾ ദേവിയെ കാണുന്നത്. അപ്പൊ അതിന്റെ ധ്യാന ശ്ലോകം നോക്കുകയാണെങ്കിൽ മാതർമേ മധുകൈടഭഗ്നി മഹിഷപ്രാണാപഹാരോദ്യമേ ഹേലാ നിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ടാർദിനി നിശേഷീകൃത രക്തബീജധനുജ് നിത്യേ നിശുംബാഭഹേ ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. ഇതാണ് ദേവി മഹാത്മ്യത്തിന്റെ ധ്യാന ശ്ലോകം, അല്ലെ? അപ്പോ ഇതിലെല്ലാം ഈ ഒരൊറ്റ ശ്ലോകത്തിൽ തന്നെ അപ്പം എന്താ പറയാ, ദുർഗേ നമസ്തേംബികേ. അപ്പൊ ദേവിയോട് എന്താ പറയുന്നത്? എല്ലാ ദുരിതങ്ങളും മാറ്റിത്തരൂ അല്ലേ അമ്മേ, അംബികേ. അപ്പൊ ഈ ഒരൊറ്റ ശ്ലോകത്തിൽ തന്നെ ദേവി മഹാത്മ്യത്തിലെ 700 ശ്ലോകത്തിന്റെയും സത്ത ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ കഥകളും എല്ലാ അസുരന്മാരെയും വധിച്ചിട്ടുണ്ട് ഈ ഒരൊറ്റ ശ്ലോകത്തില്. മധുകൈടഭന്മാരെ വധിക്കാനായിട്ട് വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ കൊണ്ടിരുന്ന ദേവി കാരണം വിഷ്ണു ഉണർന്ന് മധുകൈടഭന്മാരെ വധിച്ചതുകൊണ്ട് ദേവി മധുകൈടഭഗ്നിയായി. ഇനി മഹിഷാസുരന്റെ പ്രാണൻ എടുത്തു എന്ന് പറയുന്നു. ധൂമ്രലോചനൻ, ചണ്ടമുണ്ടന്മാര്, രക്തബീജൻ, ശുംഭ നിശുംഭന്മാരെ വധിച്ച ദേവി. ഇതാണ് ശരിക്കും പറഞ്ഞ കഥാസന്ദർഭം. ഇത് ചണ്ഡികാ പരമേശ്വരിയാണ്. ഈ ചണ്ഡികയുടെ മന്ത്രമാണ് നവാക്ഷരി മന്ത്രമായിട്ട് എല്ലാവരും ജപിക്കുന്ന ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചേ എന്നുള്ളത്. എന്നാൽ ദുർഗയ്ക്കായിട്ട് പ്രത്യേക ബീജം ചേർത്ത് ഓം ഹ്രീം ദും ദുർഗായേ നമ എന്ന് പറയാറുണ്ട്. സാധാരണ പല ക്ഷേത്രങ്ങളുടെയും മുമ്പിൽ ഇത് എഴുതി വെക്കാറുണ്ട്. അപ്പൊ ചാമുണ്ടയും ചണ്ഡികയും ഒന്നല്ല, മന്ത്രം ഒന്നാണെങ്കിൽ പോലും. കാരണം ചാമുണ്ടയുടെ വാഹനം നത്താണ്, ചണ്ഡികാ പരമേശ്വരിയുടെ വാഹനം സിംഹമാണ്. ചണ്ഡികാ പരമേശ്വരി പരാഭട്ടാരിക ഭാവത്തിലാണുള്ളത്. ചാമുണ്ട എന്നത് സപ്തമാതൃക്കള് അഥവാ അഷ്ടമാതൃക്കളിൽ ഒരാളാണ്. അപ്പൊ ചണ്ഡികാ പരമേശ്വരി ഈ മാതൃക്കളുടെ എല്ലാം തന്നെ ഉയർന്ന ആധിപത്യമുള്ള ദേവിയാണ്. അപ്പൊ പരാഭട്ടാരികയായിരിക്കുന്ന ചണ്ഡികാ ദേവി പരഭൈരവന്റെ ഭക്തിയാണ്. ഇനി ലളിതാ പരമേശ്വരി എന്ന് പറയുന്നത് ശ്രീചക്രം എന്ന് പറയുന്ന മേരുവിന്റെ ഏക അധിപതിയും അധിഷ്ഠാന ദേവതയുമാണ്. അവിടെ നവാഭരണത്തോടു കൂടിയിരിക്കുന്ന ശ്രീചക്രത്തിലെ ആനന്ദമയ പീഠത്തില് കാമേശ്വര അംഗസ്ഥയായ കാമേശ്വരിയായിട്ട് ഇരിക്കുന്ന ദേവി. അപ്പൊ പണ്ടാസുരനെ വധിച്ച് ശ്രീനഗരത്തിലെ ചിന്താമണി ഗൃഹത്തില് ചതുഷ്ഷഷ്ടി കോടി ഗണദേവതകളാൽ ആരാധിക്കപ്പെട്ട് പഞ്ചപ്രേതമഞ്ചത്തില് പാശവും അങ്കുശവും ഇക്ഷുകോദണ്ഡവും പഞ്ചബാണങ്ങളുമായിട്ട് ഇച്ഛാജ്ഞാന ക്രിയാശക്തി സ്വരൂപിണികളായിരിക്കുന്ന കാമേശ്വരി, വജ്രേശ്വരി, ഭഗമാലിനികളിലൂടെ പ്രപഞ്ച സൃഷ്ടി സ്ഥിതി സംഹാരം ചെയ്ത് ആ തിരോധാന അനുഗ്രഹങ്ങളും ചെയ്ത് പഞ്ചകൃത്യ സ്വരൂപിണിയായിട്ടിരിക്കുന്നതാണ് ശരിക്കും ലളിതാ ത്രിപുര സുന്ദരിയുടെ ഭാവം. ഇപ്പൊ കാമദേവന്റെ ചിതാഭസ്മത്തിൽ നിന്നുണ്ടായ ഭണ്ഡാസുരൻ, അല്ലെ, നമുക്ക് കഥ അറിയാം. കാമനെ എരിച്ചത് ശിവനാണ്. ആ ഭണ്ഡാസുരനെ വധിക്കാനായിട്ട് ദേവന്മാരുടെ ആഗ്രഹപ്രകാരം അഭൗമ സൗന്ദര്യത്തോടെ ശ്രീചക്രാരൂഢയായി അവതരിച്ചു ദേവി. ചിത് അഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യതായേ നമ. അപ്പൊ ആ അഭൗമ സൗന്ദര്യവതിയായിരിക്കുന്ന ലളിതാ പരമേശ്വരിക്ക് ആരാണ് ഭർത്താവ് എന്ന് ചിന്തിച്ചപ്പോ എല്ലാവർക്കും ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ, ശിവന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അപ്പൊ പ്രാകൃതനായ ശിവൻ തന്റെ പ്രാകൃത ഭാവം മാറ്റി കാമേശ്വരനായിട്ട് കിരീടവും ചന്ദ്രക്കലയും ധരിച്ച് പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ് കാമേശ്വരിയായിരിക്കുന്ന ദേവിയെ ധർമ്മഭക്തിയാക്കിയെന്ന കഥ.
അപ്പൊ ഈ ലളിതാ പരമേശ്വരിയുടെ മന്ത്രം എന്ന് പറയുന്നത് മഹാഷോഡശി മന്ത്രത്തിന്റെ മധ്യത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ലളിത അഷ്ടോത്തരത്തില് പറയുന്നത് ശ്രീ ഷോഡശാക്ഷരി മന്ത്രമധ്യ വർത്തിന്യേ നമോ നമ എന്നാണ്. അപ്പൊ ഷോഡശി മന്ത്രത്തിന്റെ മധ്യത്തിലാണ് സാക്ഷാൽ ശ്രീവിദ്യാ സ്വരൂപിണിയായിരിക്കുന്ന ദേവി ഉള്ളത്. എന്നാൽ ദുർഗയും ഷോഡശാക്ഷരി മന്ത്രത്തിലാണ് അടങ്ങിയിട്ടുള്ളത്. ഈ ഷോഡശാക്ഷരിക്ക് ഒരു പ്രത്യേക ദേവത പറയാനില്ല. അതുകൊണ്ട് തന്നെ അതിന് പൂജയില്ല. പഞ്ചദശി വരെ പൂജയുള്ളൂ. പഞ്ചദശി മന്ത്രം വരെയാണ് പൂജയുള്ളത്. ചില സമ്പ്രദായത്തില് ലഘു ഷോഡശി പരാഷോഡശി എന്നൊക്കെ 12, 16 കൈകളൊക്കെ കൊടുത്ത് പറയാറുണ്ട്. എന്നാൽ ശരിക്കും ഷോഡശി എന്നാല് പരബ്രഹ്മ മഹിഷിയായിരിക്കുന്ന 16ാമത്തെ കലയായിട്ടിരിക്കുന്ന ദേവിയാണ്. അതുകൊണ്ടാണ് പരബ്രഹ്മ ഭക്തി ഭാവത്തിലിരിക്കുന്ന ഈ ശക്തിക്ക് രൂപ സങ്കല്പമില്ലാത്തത്. കാരണം ഇതിന് രൂപത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റില്ല. ആദിപരാശക്തി മൂലപ്രകൃതി എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഷോഡശി മന്ത്രത്തിന് രൂപമോ ഭാവമോ കൽപ്പിക്കാറില്ല. പൂജയോ ഉപചാരങ്ങളോ ഇല്ല. ഒരു സാധകനിൽ നിന്ന് ഉയർന്ന ആ ഒരു പാശബന്ധങ്ങളെ എല്ലാം വിട്ട് ഉയർന്ന ഒരു സാധകൻ ജപിച്ച് അതിന്റെ സ്പന്ദനങ്ങൾ മാത്രം ഉൾക്കൊള്ളാനുള്ളതാണത്. അതിനപ്പുറമായിട്ട് ഒന്നുമില്ല. ഈ ഷോഡശാക്ഷരി എന്നത് ലളിതാ പരമേശ്വരിയും ദുർഗാ പരമേശ്വരിയും എന്നല്ല, സമഷ്ടി ദേവതകളും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇങ്ങനെ മന്ത്ര യന്ത്ര കഥാ സങ്കേതങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവര് വ്യത്യസ്തരാണ്, പക്ഷെ എല്ലാം ഏകമായ ശിവം തന്നെയാണ്. ഉപാസകന്റെ ആ ഒരു വാസനയ്ക്കനുസരിച്ച് ഏത് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. വാരാണസിയിലെ അന്നപൂർണ ക്ഷേത്രത്തിന്റെ വലതുഭാഗത്ത് ഒരു ചെറിയ കുറച്ച് പടികളുള്ള ഒരു സ്ഥലം കാണാം. ഇവിടെ 4-5 പടികൾ ഇറങ്ങുമ്പോൾ ഒരു ശിവലിംഗവും ഉണ്ട്. യന്ത്രേശ്വര സ്വാമി എന്നറിയപ്പെടുന്ന ഈ ശിവലിംഗത്തിന് താഴെ അതിശക്തമായിരിക്കുന്ന ഒരു യന്ത്രമുണ്ട്. ലളിതാ സഹസ്രനാമ സ്തോത്രം പാരായണം ചെയ്യാനുള്ള ഏറ്റവും ഉയർന്ന സ്പന്ദനങ്ങൾ ഇവിടെയുള്ള ഈ സ്ഥലമാണെന്ന് പറയപ്പെടുന്നു. ഒരു ചെറിയ മുറിയാണിത്. 3 പേർക്ക് കഷ്ടിച്ചിരിക്കാനുള്ള സ്ഥലമേ കാണൂ. പക്ഷെ ഇവിടെ ഇരുന്ന് ഒരു പ്രാവശ്യം വായിക്കുന്നത് ലക്ഷക്കണക്കിന് പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമാണ്. കാരണം ശ്രീ മാതാവായിരിക്കുന്ന ലളിതാ പരമേശ്വരി നൽകിയ ഒരു അനുഗ്രഹമാണ് തന്റെ പ്രിയപ്പെട്ട ഭക്തന്. ഈ യന്ത്രത്തെ അറിയാൻ ആരാണിത് സ്ഥാപിച്ചത്, എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും ശക്തി, ഇതറിയണമെങ്കിൽ നമ്മൾ മഹായോഗീശ്വരനായിരിക്കുന്ന ഭാസ്കരരായ മഖിയെ കുറിച്ച് അറിയണം. ഹൈദരാബാദിനടുത്ത് ആന്ധ്രാപ്രദേശിൽ 1690 ജനിച്ച ആളാണ് അദ്ദേഹം. 1785 വരെ ജീവിച്ചു. കേരളത്തിലെ ശങ്കരാചാര്യ സ്വാമികൾ എങ്ങനെയാണോ അങ്ങനെ ഒരാളായിരുന്നു ഭാസ്കരരായർ. അദ്ദേഹത്തിനോട് നേരിട്ട് ലളിതാ പരമേശ്വരി ആവശ്യപ്പെട്ടു തന്റെ ലളിതാ സഹസ്രനാമത്തിന് ഒരു വ്യാഖ്യാനം എഴുതാൻ. ഭാസ്കരരായർ വളരെ വിനയത്തോടുകൂടി അത് നിരസിച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞു, അമ്മ, ഞാനൊരു കടക്കാരനാണ്, കുറച്ച് ധനം ഞാൻ ഒരാളിൽ നിന്ന് വായ്പയായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അത് തിരിച്ചടയ്ക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ. അതുകൊണ്ട് തന്നെ ലളിതാ സഹസ്രനാമത്തിന്റെ വ്യാഖ്യാനം എഴുതുവാൻ എനിക്ക് സാധ്യമല്ല, പാടില്ല. ഇതൊരു ശാസ്ത്ര പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ചിലര് കടം വാങ്ങി തിരിച്ചു കൊടുക്കാൻ താല്പര്യം കാണിക്കാറില്ല. പക്ഷെ നമ്മൾ ഒന്നറിയണം, വേറെ ആരും അറിഞ്ഞില്ലെങ്കിലും ഒരു കോസ്മിക് സിസ്റ്റം നമ്മളെ സദാ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കണക്കുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഒരിക്കൽ തിരിച്ചു കൊടുക്കാൻ പ്രാപ്തി ഉണ്ടാകുമ്പോൾ അതിന്റെ 10 മടങ്ങ് പലിശ ചേർത്തായിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരിക. മാത്രമല്ല, കടം കൊടുത്തു തീർക്കാത്തവർക്ക് ഒരു ആഗ്രഹവും പൂർത്തീകരിക്കാൻ സാധ്യമല്ല. മാത്രമല്ല, പൂജ, ജപം, വ്രതങ്ങൾ ഇതിന്റെ ഫലവും സിദ്ധിക്കുകയില്ല എന്ന് ശാസ്ത്ര പ്രമാണമാണ്. പലപ്പോഴും നമ്മൾ കൊടുക്കാനുള്ളത് മറന്നുവെന്നിരിക്കും. എത്ര പൂജകൾ ചെയ്താലും ചിലപ്പോൾ ഫലം കിട്ടിയെന്നിരിക്കില്ല. അതിൽ നമ്മൾ ദുഃഖിതനായിട്ട് കാര്യമില്ല. അത് നമ്മൾ അതിന്റെ കാരണം അറിയാതെ വിഷമിക്കുകയും ചെയ്യും. ഈ കടങ്ങൾ തന്നെയാണ് അതിന്റെ പ്രധാന കാരണം. ഈ പ്രമാണത്തെ അടിസ്ഥാനമാക്കിയാണ് ഭാസ്കരരായർ ദേവിയോട് കടക്കാരനാണ് ഞാൻ, സാക്ഷാൽ രാജരാജേശ്വരിയുടെ തിരുനാമങ്ങൾക്ക് വ്യാഖ്യാനം എഴുതാൻ യോഗ്യനല്ല എന്ന് പറയാൻ കാരണം. പിറ്റേ ദിവസം ഭാസ്കരരായർ പൂജയ്ക്ക് ഇരുന്നപ്പോൾ ചില പേപ്പറുകൾ, ഡോക്യുമെന്റ്സ് അവിടെ ഇരിക്കുന്നത് കണ്ടു തന്റെ വീട്ടില്. അവ തുറന്നു നോക്കിയപ്പോൾ താൻ കടം വാങ്ങിയ വ്യക്തിയുടേതായിരുന്നു അത്. താൻ വാങ്ങിയ കടമെല്ലാം തീർന്നുവെന്നും അതിനാൽ പത്രങ്ങൾ മടക്കി കൊടുക്കുന്നുമെന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. ഭാസ്കരരായർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം പണം കൊടുത്ത ആളിന്റെ വീട്ടിൽ ചെന്നു. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ തലേ ദിവസം അതിമനോഹരിയായിരിക്കുന്ന കുലീനയായ ഒരു സ്ത്രീ വന്ന് ഭാസ്കരരായരുടേതാണെന്ന് പറഞ്ഞിട്ട് കടം വാങ്ങിയ പണം മുഴുവൻ തിരിച്ചു കൊടുത്തു എന്നും പറഞ്ഞു. മാത്രമല്ല, ഇത്ര തേജസ്വിനിയായ ഒരു അമ്മയെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നും അത്രയ്ക്ക് ആകർഷണീയമായ ഒരു രൂപമായിരുന്നു അതെന്നും മാത്രമല്ല, അറിയാതെ
ആ പാദങ്ങളിൽ വീണ് നമസ്കരിക്കണം, അമ്മ എന്ന് വിളിച്ചൊരു കുഞ്ഞിനെ പോലെ കരഞ്ഞ് പ്രാർത്ഥിക്കണമെന്നൊക്കെ തോന്നിയെന്നും അദ്ദേഹം പറഞ്ഞു. എന്ത് അത്ഭുതമാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് കടം കൊടുത്ത ആള് പറഞ്ഞു. ഇത് കേട്ട ഭാസ്കരരായർ അത്ഭുത സ്തബ്ധനായിട്ട് കണ്ണുനീർ ധാരയായി പ്രവഹിക്കുന്ന കണ്ണുകളോടെ തന്റെ പൂജാമുറിയിലെ അമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് ക്ഷമ ചോദിക്കുകയാണ് ഉണ്ടായത്. ഇനി താമസിക്കേണ്ടെന്ന് വിചാരിച്ച് ആ ശുഭമുഹൂർത്തത്തിൽ തന്നെ ലളിതാ സഹസ്രനാമ വ്യാഖ്യാനം എഴുതാൻ ആരംഭിച്ചു. അമ്മ, എനിക്ക് തന്നെ ഈ ഭാഗ്യം, കാരണം ഞാൻ എന്ത് പുണ്യമാണ് ചെയ്തത്, അമ്മ എനിക്ക് ഇത്രയും വലിയൊരു ഭാഗ്യം തന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ലളിതാ സഹസ്രനാമത്തിന്റെ ആദ്യത്തെ ഭാഷ്യമായിരിക്കുന്ന സൗന്ദര്യ ഭാസ്കര ഭാഷ്യം രചിച്ചത്. ഇതിൽ സാക്ഷാൽ ലളിതാ പരമേശ്വരിയുടെ ഓരോ നാമവും വിവിധ കോണുകളിലൂടെ ചിന്തിച്ച്, ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി, ഫിലോസോഫിക്കലി, മാത്തമാറ്റിക്കലി, വേദാന്ത ഓൺ ദ ബേസിസ് ഓഫ് വേദാന്ത, ലോജിക്കലി, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം, എല്ലാ വഴിക്കും ചിന്തിച്ചിട്ട് അമ്മയുടെ നാമങ്ങളെ വ്യാഖ്യാനിച്ചതാണ് അദ്ദേഹത്തിന്റെ സൗന്ദര്യ ഭാസ്കരം എന്ന് പറയുന്ന വ്യാഖ്യാനം. അങ്ങനെ ഈ വ്യാഖ്യാനം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ വളരെ അത്ഭുതകരമായിട്ട് ഒരു സംഗതി ഉണ്ടായി. ഇത് വാരാണസിയിലെ യന്ത്രേശ്വര സ്വാമി ശിവലിംഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭാസ്കരരായർ വ്യാഖ്യാനം പവിത്രമായ ഗംഗാ നദിക്കരയിൽ ഇരുന്നാണ് എഴുതിക്കൊണ്ടിരുന്നത്. അവിടെ കുറച്ച് വേദാന്ത പണ്ഡിതന്മാർ തെക്ക് ഭാഗത്തു നിന്ന് വന്നിരുന്നു. അവർക്ക് ഇദ്ദേഹത്തോട് കലശലായ അസൂയ ഉണ്ടായിരുന്നു. ഭാസ്കരരായർ തനിക്ക് അറിയാത്ത അത്ഭുത ശക്തികളുടെ ഉടമയായിരുന്നു. എല്ലാം പരാശക്തിയുടെ ആഗ്രഹം കൊണ്ട് മാത്രം ഉണ്ടായതാണ് അദ്ദേഹത്തിന്. ഇത് വാരാണസിയിൽ ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹമാകട്ടെ സദാ ദേവി ധ്യാനത്തിൽ മുഴുകിയിരുന്ന വ്യാഖ്യാനം എഴുതുന്നതിൽ മാത്രം വ്യാപൃതനായിരുന്നു. അപ്പൊ നാരായണ ഭട്ട എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ നേതൃത്വത്തില് ഒരു വേദാന്ത തർക്കത്തിനായിട്ട് അവർ ഭാസ്കരരായരെ ക്ഷണിച്ചു. മന്ത്ര യന്ത്ര സ്വരൂപിണിയായ ജഗദംബിയെ സദാ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഭാസ്കരരായർ തർക്കത്തിന് ചെല്ലാമെന്ന് സമ്മതിച്ചു. ഗംഗാ നദിക്കരയിൽ ചൗഷഷ്ടി ഘാട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു വേദാന്ത തർക്ക പ്രഭാഷണം ആരംഭിച്ചത്. 11 ദിവസം ഇത് തുടർന്നു. വാരാണസിയിൽ ഗംഗാ നദിക്കരയിൽ തുടർന്ന ഈ തർക്കം നീണ്ടുകൊണ്ടേയിരുന്നു. നാരായണ ഭട്ടിന് തന്റെ വിഷയങ്ങൾ തീർന്നു. വളരെ ബാലിശമായ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങനെ ലളിതാ സഹസ്രനാമത്തിലെ മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത എന്ന നാമത്തെ വ്യാഖ്യാനിക്കുവാൻ ആവശ്യപ്പെട്ടു. 64 കോടി യോഗിനികളാൽ സേവിക്കപ്പെട്ടവൾ. ഈ യോഗിനികൾ യഥാർത്ഥത്തിൽ ഉണ്ടോ, സത്യം എന്താണ് എന്ന് ചോദിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ പേരുകൾ പറയണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് കേട്ട ഭാസ്കരരായർ പറഞ്ഞു, ഇത് ഞാനല്ല എഴുതി വെച്ചത്, വശിന്യാദി വാഗ്ദേവതകളാണ് ഇത് എഴുതിയത്, എനിക്കറിയില്ല. ഇനി അറിയണമെങ്കിൽ തന്നെ അമ്മ അത് പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾ വന്ന് ഈ പറഞ്ഞ ചതുഷ്ഷഷ്ടി ഘാട്ടിൽ വന്നിരിക്കൂ, ചൗഷഷ്ടി ഘാട്ടിൽ വന്നിരിക്കൂ, ഈ ഗംഗാ നദീ തീരം ഈ പുണ്യ ദർശനത്തിന് സാക്ഷിയാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഭാസ്കരരായർ പൂർണ്ണമായിട്ട് സാക്ഷാൽ ലളിതാ പരമേശ്വരിയുടെ പാദപത്മങ്ങളിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണ ധ്യാനത്തിലേക്ക് ഇറങ്ങി. എല്ലാ യോഗിനികളുടെയും തന്നിലേക്ക് ആവാഹിച്ചു. 64 കോടി യോഗിനികളും ഓരോരുത്തരായി അദ്ദേഹത്തിന്റെ മുന്നിൽ വരുവാൻ തുടങ്ങി. അവിടെ ഇരുന്ന 200 പണ്ഡിതന്മാർക്ക് ഒന്നും കാണാൻ സാധിച്ചില്ല. പക്ഷെ ഭാസ്കരരായർ തന്റെ ധ്യാനത്തിൽ ഇരുന്നുകൊണ്ട് ഓരോ ദേവതകളുടെയും പേര്, ആയുധങ്ങള്, ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങള്, സഞ്ചരിക്കുന്ന വാഹനങ്ങള് എല്ലാം ഓരോന്നായിട്ട് പറയാൻ തുടങ്ങി. അപ്പൊ ധ്യാനവും പറഞ്ഞു. ഈ പണ്ഡിതന്മാർ ഇതെല്ലാം എഴുതിക്കൊണ്ടേയിരുന്നു. ഭാസ്കരരായർ പറഞ്ഞതെല്ലാം തന്നെ അവർ എഴുതിയെടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോ ഇവരൊക്കെ തളർന്നു വീഴാൻ തുടങ്ങി. എന്നിട്ട് നാരായണ ഭട്ടിന് വിശ്വാസം വന്നില്ല. അദ്ദേഹം ഏറ്റവും വലിയ ദേവി ഉപാസകനായിരിക്കുന്ന കുങ്കുമാനന്ദനാഥനെ വിളിച്ചു. കാര്യങ്ങൾ അറിഞ്ഞ ഉയർന്ന ശാക്തേയ പണ്ഡിതനും ഉപാസകനുമായിരിക്കുന്ന കുങ്കുമാനന്ദൻ അദ്ദേഹം ദേവി വിഗ്രഹത്തില് ഭസ്മമിട്ട കുങ്കുമമായിട്ട് മാറും എന്നുള്ളത് അവിടെയുള്ള എല്ലാവർക്കും അറിയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ പേര് കിട്ടിയത്. അപ്പൊ ഈ കഥകൾ കേട്ട് അത്യധികം കോപത്തോടുകൂടി നാരായണ ഭട്ടിനോട് അലറി, ഭാസ്കരരായരെ പരീക്ഷിക്കരുത്, അദ്ദേഹവും ലളിതാദേവിയും രണ്ടല്ല, ലളിതാ പരമേശ്വരി തന്നെയാണ് ഭാസ്കരരായർ, അദ്ദേഹത്തെ പരീക്ഷിക്കുന്നത് നിർത്താൻ ആവശ്യപ്പെട്ടു. മാത്രമല്ല ആ ഭക്ത ശിരോമണിയുടെ പാദ നമസ്കാരം ചെയ്ത് മാപ്പ് അപേക്ഷിക്കുവാനും ആവശ്യപ്പെട്ടു. എന്നാൽ നാരായണ ഭട്ടിന്റെ അഹങ്കാരം ഇതിന് സമ്മതിച്ചില്ല. തനിക്ക് യോഗിനിമാരെ നേരിട്ട് കണ്ടാലേ വിശ്വസിക്കുമെന്നായി. നാരായണ ഭട്ടിന്റെ അഹങ്കാരം ശമിപ്പിക്കാനായിട്ട് കുങ്കുമാനന്ദനാഥൻ തന്റെ കമണ്ഡലുവിൽ നിന്ന് കുറച്ച് ഗംഗാജലം എടുത്ത് നാരായണ ഭട്ടിന്റെ കണ്ണുകളിൽ തടവി.
നാരായണ ഭട്ടിന് അനന്തമായ ആകാശത്തിൽ നിൽക്കുന്ന കോടിക്കണക്കിന് യോഗിനി സമൂഹത്തെ സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചു. മാത്രമല്ല, കണ്ണടച്ച് ധ്യാനമഗ്നനായിരിക്കുന്ന ഭാസ്കരരായരുടെ ഇടത് തോളിലും വലത് തോളിലും ഇരിക്കുന്ന സാക്ഷാൽ ലളിതാ പരമേശ്വരിയും ശ്യാമളാദേവിയും കാണാനും സാധിച്ചു. അപ്പൊ അവിദ്യ അജ്ഞാന ആവരണങ്ങൾ മാറി അദ്ദേഹം എന്താ യോഗസ്ഥിതിയിലായി. ആര്? നാരായണ ഭട്ടർ. സമസ്ത അപരാധങ്ങൾക്കും പൊറുക്കാനായിട്ട് കരഞ്ഞുകൊണ്ട് ഭാസ്കരരായരുടെ പാദങ്ങളിൽ ദീർഘദണ്ഡ നമസ്കാരം ചെയ്ത് മാപ്പപേക്ഷിച്ചു. അങ്ങനെ ലളിതാ സഹസ്രനാമം വ്യാഖ്യാനം പൂർത്തീകരിച്ചപ്പോൾ ഭാസ്കരരായർ ഒരു ശ്രീചക്രവും അതിനു മുകളിൽ ഒരു ശിവലിംഗവും പ്രതിഷ്ഠിച്ചു. അതാണ് വാരാണസിയിലെ യന്ത്രേശ്വര സ്വാമി. അങ്ങനെ ലളിതാ സഹസ്രനാമം ആദ്യമായി വിജയകരമായി പൂർത്തീകരിച്ച ഭാസ്കരരായർ ദേവിക്ക് നേരിട്ട് ഒരു അനുഗ്രഹം ദേവി നേരിട്ട് ഭാസ്കരരായർക്ക് ഒരു അനുഗ്രഹം കൊടുത്തു. ആര് വാരാണസിയിൽ വന്ന് ഈ യന്ത്രേശ്വര സ്വാമി സന്നിധിയിൽ ഇരുന്ന് ഒരു പ്രാവശ്യം ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നുവോ അവർക്ക് സീമകളില്ലാത്ത ദേവി അനുഗ്രഹം പ്രാപ്തമാകുമെന്ന്. ദേവി തന്നെ വാക്കുകൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഭാസ്കരരായർ തന്റെ ശക്തികളെ എല്ലാം തന്നെ ഈ ശ്രീചക്രത്തിലും ശിവലിംഗത്തിലും പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഭാസ്കരരായരുടെ ശക്തി ആവാഹിച്ച വേറെ സ്ഥലങ്ങള് അന്നപൂർണേശ്വരി ക്ഷേത്രം വാരാണസി, ആ ഗുൽബർഗയ്ക്ക് സമീപമുള്ള ലംബേശ്വരി ക്ഷേത്രം, അവിടെ ഭാസ്കരരായർ ശ്രീചക്ര ക്ഷേത്രം പണിഞ്ഞ് ദേവിയെ ശക്തിയായിട്ട് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഛത്രപതി ശിവജിയുടെ ഭരണസമയത്ത് അദ്ദേഹത്തിന്റെ ഒരു കമാൻഡർ ആയിരിക്കുന്ന ചന്ദ്രസേന ജാദവ് എന്ന ആള് ഭാസ്കരരായരെ കാണുവാനായിട്ട് തന്റെ ഗർഭിണിയായിരിക്കുന്ന ഭാര്യയുമായിട്ട് പോയി. അവിടെ ചെന്ന് അദ്ദേഹത്തോട് തനിക്ക് പുത്രനാണോ പുത്രിയാണോ ജനിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഭാസ്കരരായർ ധ്യാനത്തിൽ ഇരുന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു പുത്രനാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന്. തിരിച്ചുപോയി ചന്ദ്രസേന രാജാവ് കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഭാസ്കരരായരുടെ ശിഷ്യനെ കണ്ടപ്പോൾ ഇതേ ചോദ്യം വീണ്ടും ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് പെൺകുഞ്ഞായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ചന്ദ്രസേന രാജാവ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു, നിങ്ങളും നിങ്ങളുടെ ഗുരുവും എന്താണ് വിരുദ്ധ അഭിപ്രായം പറയുന്നതെന്ന് ചോദിച്ചു. അപ്പൊ തന്റെ ഗുരുവിലുള്ള അവിശ്വാസത്തിൽ ദേഷ്യം പൂണ്ട ശിഷ്യൻ വളരെ ശാന്തനായിട്ട് ഉത്തരം പറഞ്ഞു, നിങ്ങൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞ് ഒരു നപുംസകമാണ്. നിങ്ങൾക്ക് എന്താ പറയുക, പ്രത്യക്ഷ ദേവി സ്വരൂപമായ ഭാസ്കരരായരെ അവിശ്വസിച്ചതിന്റെ ഫലമാണ് ഇതെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു നപുംസകമായ കുഞ്ഞ് ജനിച്ചു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഭാസ്കരരായർ അതുവഴി വരുന്നതറിഞ്ഞ് ചന്ദ്രസേന ജാദവ് അദ്ദേഹത്തിന്റെ കാലിൽ വീണ് മാപ്പപേക്ഷിച്ചു. കാരുണ്യമൂർത്തിയായ ഭാസ്കരരായർ ആ കുഞ്ഞിനെ ശരിയാക്കി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം 40 ദിവസം സൂര്യഭഗവാനെ പൂജിച്ചു. എല്ലാ ദിവസവും വേനൽക്കാലത്ത് നട്ടുച്ചയ്ക്ക് ഭാസ്കരരായർ കൃഷ്ണ നദിയുടെ തീരം വരെ നടന്നു ചെന്ന് ആ നദിയിലിറങ്ങി മാർത്താണ്ഡ ഭൈരവനെ അർഘ്യപാദ്യങ്ങൾ കൊടുത്ത് പൂജിച്ച് തിരിച്ചു വരുമായിരുന്നു. അങ്ങനെ തന്റെ ഗുരുവിന്റെ ചുട്ടുപൊള്ളിയ പാദങ്ങൾ കണ്ട് സഹിക്കാനാവാതെ ശിഷ്യന്മാരും മറ്റും കൃഷ്ണാനദിയിൽ നിന്ന് ജലമെടുത്ത് അദ്ദേഹം ഇരുന്ന സ്ഥലത്ത് എത്തിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇനി ഈ പൊള്ളുന്ന വെയിലിൽ നടക്കണ്ട എന്ന് ആവശ്യപ്പെട്ടു. ഭാസ്കരരായർ പറഞ്ഞു, തന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് സൂര്യഭഗവാൻ തനിക്ക് വേണ്ടി കൃഷ്ണാനദിയെ തന്റെ ആശ്രമ പരിസരത്തൂടെ ഒഴുകാൻ ആവശ്യപ്പെടാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഭാസ്കരരായരുടെ ആവശ്യപ്രകാരം പിറ്റേ ദിവസം മുതൽ കൃഷ്ണാനദി ഇദ്ദേഹത്തിന്റെ ആശ്രമ പരിസരത്തൂടെ ഒഴുകാൻ തുടങ്ങി. സൂര്യഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചു. ഭാസ്കരരായരുടെ ജീവിതാവസാനം വരെ ഇങ്ങനെ തന്നെ ഈ നദി ഇതിലേക്കൂടെ ഒഴുകുമെന്ന് അദ്ദേഹം അനുഗ്രഹിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പഴയ വഴി സ്വീകരിക്കുമെന്നും പറഞ്ഞു. അങ്ങനെ ഭാസ്കരരായ ശിഷ്യന്മാർ വളരെ അത്ഭുതത്തോടുകൂടി കൃഷ്ണാനദി തങ്ങളുടെ ഗുരുവിന്റെ ആശ്രമ പരിസരത്തൂടെ ഒഴുകുന്ന പുണ്യം അനുഭവിച്ചു. ഇന്നും കൃഷ്ണാനദി തിരിച്ചുപോയ മൺതിട്ടകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അങ്ങനെ മഹാഭക്ത ശിരോമണിയായിരിക്കുന്ന ഭാസ്കരരായർക്ക് തഞ്ചാവൂരിലെ രാജാവ് കുംഭകോണത്തിനടുത്ത തഞ്ചാവൂരിൽ തന്നെ ഭാസ്കരരായപുരം എന്നു പേരുള്ള ഒരു സ്ഥലം പതിച്ചു നൽകി. ഇവിടെ ഭാസ്കരരായർ അനേക വർഷങ്ങൾ വസിച്ചിരുന്നു. തന്റെ പ്രായശ്ചിത്ത കർമ്മങ്ങളെല്ലാം ചെയ്ത് തന്റെ ശക്തികളെ ഒരു വലിയ ശ്രീചക്രത്തില് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠ ചെയ്തു എന്നും പറയപ്പെടുന്നു. ഈ പ്രദേശം അതിശക്തമായ സ്പന്ദനങ്ങൾ ഉള്ളതാണ്. ആരെങ്കിലും ഈ പ്രദേശത്തെ ധ്യാനിച്ചാൽ പോലും അതിന്റെ ശക്തിയും പോസിറ്റീവ് വൈബ്രേഷനും മനസ്സിലാക്കാൻ സാധിക്കും. കുംഭകോണത്തിലെ സൂര്യക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് ഈ ക്ഷേത്രം. അദ്ദേഹം താമസിച്ചിരുന്ന വീട് ഇന്നൊരു ആശ്രമമാണ്. ഭാസ്കരരായരുടെ ഭാര്യ ആനന്ദിയാണ്. ഭാസ്കരേശ്വര ശിവലിംഗവും ആനന്ദവല്ലി അമ്മയും അവിടെ പ്രതിഷ്ഠയായിട്ടുണ്ട്. ആരെങ്കിലും ആ വഴിക്ക് പോകുമ്പോൾ ദേവി ഉപാസകർ ഒരിക്കലെങ്കിലും ഇവിടെ സന്ദർശിക്കേണ്ടതാണെന്ന് പറയുന്നു. അപ്പൊ നമ്മള്
ഈ ലളിതാ ത്രിപുര സുന്ദരി എന്ന് പറയുന്നത് ശ്രീചക്രത്തിലെ ഒരു അടിസ്ഥാന ദേവതയാണ് ദുർഗാ പരമേശ്വരി, ലളിതാ പരമേശ്വരി. ഇവരൊന്നും രണ്ടല്ല. കാരണം ഇവര് രണ്ടുപേരും, ദുർഗ എന്ന് പറയുന്ന സങ്കല്പം ശ്രീ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി സങ്കല്പമാണ്. ലളിതാ ത്രിപുര സുന്ദരി എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. നമ്മൾ ശ്രീചക്രത്തെ കുറിച്ച് കൂടുതൽ അറിയുകയാണെങ്കിൽ ശ്രീചക്രത്തിൽ ഈ പറയുന്ന എല്ലാ ദേവതമാരും ചതുഷ്ഷഷ്ടി കോടി യോഗിനികള്, അല്ലെ, ബാക്കിയുള്ള അഷ്ടമാതൃക്കള്, എല്ലാ ദേവതകളും ഈ പറയുന്ന മഹാഷോഡശി സങ്കല്പത്തില് കാമേശ്വരന്മാര് ബിന്ദു ചക്രത്തിലിരുന്ന് അനുഗ്രഹിക്കുകയാണ് ലോകത്തെ. ഈ എല്ലാ ദേവതകളും ശ്രീചക്രത്തിൽ നമുക്ക് അടങ്ങുന്നതായിട്ട് കാണാം. അപ്പൊ നമ്മള് ഓരോ ദേവീ ഭക്തരും ഈ ദേവതകളെ ഒരു പ്രത്യേകം നമ്മളതിന്റെ കാലഗണന അനുസരിച്ച്, അതായത് നവരാത്രിക്ക് നമ്മൾ ചണ്ഡികയെ പൂജിക്കുന്നു, ഈ 3 ദേവീ ശക്തികളെ പൂജിക്കുന്നു. ദേവി ഓരോ കാര്യത്തിനായിട്ട് തന്റെ ഓരോ ഭാവങ്ങള്, ദുർഗ, കാളി, സരസ്വതി, ദശമഹാവിദ്യകള്, ഇങ്ങനെയുള്ള പല രൂപങ്ങൾ എടുക്കുന്നു എന്ന് മാത്രം. ഇതിന്റെ ശരിക്കും മൂലസ്ഥാനം എന്ന് പറയുന്നത് സാക്ഷാൽ ആ ഒരു പ്രകൃതിയെ അതിക്രമിച്ച് നിൽക്കുന്ന പരാഭട്ടാരികയായിരിക്കുന്ന സാക്ഷാൽ മഹാത്രിപുര സുന്ദരി തന്നെയാണ്. പരാശക്തി എന്ന് പറയുന്നു, പരാഭട്ടാരിക എന്ന് പറയുന്നു. ആ ശിവനും ശക്തിയും രണ്ടല്ല, രണ്ടും ഒരുമിച്ച് ചേർന്നിട്ടുള്ള സ്വരൂപം തന്നെയാണ് സാക്ഷാൽ ശ്രീചക്രത്തിന്റെ ബിന്ദു മധ്യത്തിലിരിക്കുന്നത്. ആ പാതാരവിന്ദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഈ എന്താ പറയുക നവരാത്രി കാലത്ത് നമ്മൾ ഭജിക്കുമ്പോൾ ദേവിയെ ഈ രീതിയിൽ തന്നെ കണ്ട് ഭജിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ശ്രീമാത്രേ നമഃ.